നമസ്കാരം. അമേരിക്ക ഇറാന് കീഴടങ്ങി. ട്രംപിനെ പിടിച്ചുകെട്ടി ഇറാൻ പട. ലോകത്തിന് ആശ്വാസമായി ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ട്രംപ് മുന്നോട്ട് വരുന്നു. സൈനിക നടപടികൾ അടക്കം അവസാനിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അത് ലോകത്തിന് മുഴുവൻ ഒരു ആശ്വാസമാകുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ട്രംപ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വളരെ അടുത്താണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. സൈനിക പ്രവർത്തനങ്ങൾ അടക്കം അവസാനിപ്പിക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം മറ്റു രാജ്യങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്നുള്ള അവകാശവാദവും ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ട്രംപ്. ഒരു കുറിപ്പിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നത് ഇറാന്റെ സൈനിക ശേഷികൾ തകർക്കുന്നത് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുടെ ഒരു പരമ്പര, ഒരു പട്ടികയായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ് ട്രംപ്. ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായിട്ടും നശിപ്പിച്ചു, അവരുടെ നാവികസേനയെയും വ്യോമസേനയെയും ഇല്ലാതാക്കുന്നു, ഇറാന്റെ പ്രതിരോധ വ്യാവസായിക അടിത്തറയെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ട്രംപിന്റെ അവകാശവാദം. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് അടുത്തെത്തില്ലെന്ന് US ഉറപ്പാക്കുന്നു. മാത്രമല്ല, ട്രംപിന്റെ സന്ദേശത്തിന്റെ ഒരു പ്രധാന ഭാഗം എന്ന് പറയപ്പെടുന്ന ഹോർമൂസ് കടലെടുക്കുന്നതിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങൾ, അത് അതിന്റെ സുരക്ഷ അവർ കൂടി ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആഹ്വാനം കൂടി നൽകുന്നുണ്ട്. അതായത് ഇതിപ്പോ US തന്ത്രത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുകയാണ്. മേഖലയിൽ സംഘർഷങ്ങൾ ഉയർന്ന നിലയിലായിരിക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സങ്ങൾ നേരിടുന്നത് തുടരുമ്പോഴും ആഴ്ചകളോളം നീണ്ടുനിന്ന തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം വാഷിംഗ്ടൺ അതിന്റെ നേരിട്ടുള്ള സൈനിക പങ്ക് കുറയ്ക്കുവാൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് ഈ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് യുദ്ധം അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അമേരിക്കയും ഇസ്രയേലും എത്തിച്ചേരുന്നു. ഇസ്രയേലിനെ മാറ്റിവെച്ചാൽ അമേരിക്കൻ ജനത അടക്കം യുദ്ധത്തെ പഴിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ട്രംപിന്റെ ഈ യുദ്ധക്കൊതിയോട് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് സത്യത്തിൽ ട്രംപ്. അതുകൊണ്ടാണ് യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് ഇറാന് മുമ്പിൽ കീഴടങ്ങുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത്. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിൽ കൂടിയും ഇറാൻ വിചാരിക്കണം എപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. കാരണം തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ്. പക്ഷെ അത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് ഇറാൻ ഒരിക്കൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇറാൻ കൂടി മുൻകൈ എടുക്കേണ്ടി വരും. അത്രത്തോളം പരാജയ ഭീതിയിലാണ് അമേരിക്കയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ അമേരിക്കൻ യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ മിസൈലുകളോ വളരെ കൃത്യമായിട്ട് പ്രയോഗിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ പൊടി പോലും കാണില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. പക്ഷേ അമേരിക്കയെ പോലൊരു ലോകരാജ്യത്തിന് മുന്നിൽ കീഴടങ്ങാതെ പിടിച്ചു നിൽക്കുന്ന ഇറാന്റെ ശക്തിയും അവരുടെ കഴിവും ഒരിക്കലും നമുക്ക് പണയം വയ്ക്കപ്പെടുന്നതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ, പ്രതിരോധങ്ങൾ തീർക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ അമേരിക്കയ്ക്ക് ലഭിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പിന്മാറ്റം ഇപ്പോൾ വരാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടെ നിന്നുള്ള എണ്ണയും മറ്റ് വിഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ അവർ തന്നെ ഏറ്റെടുക്കണമെന്ന് എന്തുകൊണ്ടാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്? ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തുവെന്നും മേഖലയിലെ യുദ്ധമുടൻ അവസാനിപ്പിക്കുമെന്നും ഒക്കെ പ്രഖ്യാപിക്കുന്ന ട്രംപിസം എന്തിന്റെ സൂചനയാണ്? തകർത്തെന്ന വാദം തള്ളിക്കൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. എണ്ണവില ഉയരുമ്പോഴും അമേരിക്കയിലെ യുദ്ധ പിന്മാറ്റം എന്ന് പറയപ്പെടുന്നത് ഇനി അധിക ദിവസം ഉണ്ടാകില്ല, പിന്മാറിയേ പറ്റൂ എന്നുള്ളതാണ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായിട്ടും തകർത്തുവെന്നും മേഖലയിലെ യുദ്ധമുടൻ അവസാനിപ്പിക്കുമെന്നും ഒക്കെ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ വീരവാദമൊക്കെ പറയുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധ മേഖലയും നാവിക വ്യോമസേനകളും തകർക്കപ്പെട്ടതായിട്ടും ആണവ പദ്ധതികൾ ഇനി ഒരിക്കലും പുനരാരംഭിക്കാൻ കഴിയില്ല എന്നുമൊക്കെ ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇതോടൊപ്പം ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി സംബന്ധിച്ച പുതിയ പദ്ധതിയും പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി മുതൽ ഹോർമൂസ് കടലിടുക്കിന്റെ സംരക്ഷണ ചുമതല അവിടെ നിന്നുള്ള എണ്ണയും മറ്റ് വിഭവങ്ങളും ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്നാണ് ട്രംപിന്റെ നിലപാട്. അപ്പോൾ ട്രംപിനെ കൊണ്ട് ഈ ഹോർമൂസ് കടലിടുക്കൊന്നും പിടിച്ചടക്കുവാൻ കഴിയില്ല എന്നുള്ളതല്ലേ അതിലൂടെ ട്രംപ് വ്യക്തമാക്കുന്നത്? ഇറാന്റെ മുമ്പിൽ കീഴടങ്ങുകയല്ലേ ട്രംപ് സത്യത്തിൽ ചെയ്തു വെക്കുന്നത്? ആവശ്യമെങ്കിൽ ഈ രാജ്യങ്ങളെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാകുമെങ്കിലും ഇറാന്റെ ഭീഷണി അവസാനിക്കുന്നതോടെ ഇതിന്റെ ആവശ്യം വരില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ വാദങ്ങൾ ഇറാൻ തള്ളുകയാണ്. യുദ്ധത്തിന് സന്നദ്ധരാണ് എന്നാണ് ഇറാൻ ഇപ്പോഴും അവകാശപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമെന്ന പ്രസ്താവനക്കിടയിലും മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുവാനുള്ള നീക്കത്തിലാണ് പക്ഷേ ഇപ്പോഴും വൈറ്റ് ഹൗസ് എന്ന് പറയപ്പെടുന്നത്. ഏകദേശം 2500ഓളം വരുന്ന മറീനുകളെയും 3 അത്യാധുനിക യുദ്ധക്കപ്പലുകളെയും പസഫിക്കിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്.
ഇറാന്റെ പരമോന്നത നേതാവും സുരക്ഷാ കൗൺസിൽ തലവനും ഉൾപ്പെടെയുള്ള പ്രമുഖർ വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം പുതുതായിട്ട് വരുമ്പോഴും ഫെബ്രുവരി 28-ന് ആരംഭിച്ച ആക്രമണങ്ങളിൽ ഇതുവരെ ഏകദേശം 13 അമേരിക്കൻ സൈനികരടക്കം കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. ഒപ്പം ഈ ഇറാന്റെ പരമോന്നത നേതാവ് അടക്കം കൊല്ലപ്പെട്ടതിനു ശേഷമാണ് ഇറാൻ തിരിച്ചടി വളരെ ശക്തമാക്കിയത്. ആ തിരിച്ചടിയിൽ ഇപ്പോൾ വിരണ്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കൻ ജനത എത്തിയിരിക്കുന്നതാണ്. ആ അമേരിക്കൻ ജനതയുടെ ഇപ്പോഴത്തെ താല്പര്യമില്ലായ്മയാണ്, അതായത് യുദ്ധത്തിനുള്ള താല്പര്യമില്ലായ്മയാണ് ട്രംപിനെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു പരാജയം ഇവിടെ മണക്കുന്നുണ്ട് എന്ന് അമേരിക്ക തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം എന്ന് പറയപ്പെടുന്ന വിജയ പരാജയങ്ങളിൽ അവസാനിക്കില്ല. അതിനു മുൻപ് തന്നെ രണ്ടുപേരും രണ്ടു വഴിക്ക് മടങ്ങേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ വിജയിക്കാൻ പോകുന്നത് ഒരിക്കലും അമേരിക്കയായിരിക്കില്ല, എന്ന് പറഞ്ഞ് പരാജയപ്പെടാൻ പോകുന്നത് ഇറാനുമായിരിക്കില്ല. എന്തായാലും ഇവിടെ ഇപ്പോ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ അതിശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിൽ ഇറാന്റെ ആയുധ നിർമ്മാണശാലകൾക്കും ആണവ നിലയങ്ങൾക്കുമൊക്കെ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ തള്ളിയ ഇറാൻ മിസൈൽ നിർമ്മാണം തുടരുകയാണ് എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മേഖലയിലെ സംഘർഷം ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാണ്. ഗൾഫ് മേഖലയെ ഇറാൻ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുവാൻ ആലോചിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അമേരിക്കയുടെ സഖ്യകക്ഷികളുടെ പല സൈനിക താവളങ്ങളിലും മിസൈൽ ആക്രമണം വളരെ ദ്രുതഗതിയിൽ ഇറാൻ നടത്തുന്നുണ്ട്. ഇറാൻ ഇനിയും ആക്രമിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുവാൻ ആലോചിക്കുന്നത്. ട്രംപിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഇറാന്റെ വാതകപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വാതകപ്പാടമായിട്ടുള്ള സൗത്ത് പാർസിൽ കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി തീർന്ന ഒരു സംഭവമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഭാവിയിൽ ഗ്യാസ് ഫീൽഡുകളെ ലക്ഷ്യം വെക്കരുത് എന്ന് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാതകപ്പാടങ്ങൾ ആക്രമിക്കുവാനുള്ള തീരുമാനം ഇസ്രായേലിനത് മാത്രമായിരുന്നുവെന്ന് ട്രംപ് പറയുമ്പോഴും ട്രംപിന്റെ ഇടപെടലോടുകൂടി ഇത് പക്ഷെ നിർത്തിവെക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനും ഖത്തറും സംയുക്തമായിട്ടുള്ള ആവശ്യത്തിനുള്ള പ്രകൃതിവാതകത്തിന്റെ 80% നൽകുന്ന കേന്ദ്രമാണ്. ഇസ്രായേൽ ഇവിടെ ആക്രമണം നടത്തിയതോടുകൂടി തിരിച്ചടിയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണം ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നു. ഇതോടെ ലോക വിപണിയിൽ എണ്ണവില കുതിച്ചു വരികയും ആഗോള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിനെ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗൾഫ് സഖ്യകക്ഷികൾ ട്രംപിനെ സമീപിച്ചു. കഴിഞ്ഞ 20 ദിവസമായി തുടരുന്ന US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിലൂടെ ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർത്തുവെന്ന് നെതന്യാഹു അവകാശപ്പെടുന്നുണ്ട്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ കഴിയുമെന്ന് നെതന്യാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇറാന്റെ പ്രതിരോധ മേഖലയും വ്യോമനാവിക സേനകളും തകർന്നതോടെ ലക്ഷ്യം ആയതായിട്ടാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വിലയിരുത്തൽ. എണ്ണവിലയുടെ വർധനവ് നിയന്ത്രിക്കുവാനും മേഖലയിലെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഇപ്പോൾ ട്രംപ് മുൻഗണന നൽകുന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും ഇറാൻ തിരിച്ചടി നടത്തുന്നുണ്ട് ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും. മാത്രമല്ല, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള മറ്റു രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്നത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞ ആക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ നടത്തുന്നു, മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു, തീഗോളമുണ്ടാക്കി ചുട്ടരിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങൾ, ബോംബ് സ്ഫോടനങ്ങളാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലും അമേരിക്കയുടെ ഭാഗങ്ങളിലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയടക്കം വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ഇറാനെയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലൊരു സമീപനം യുദ്ധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അമേരിക്കയെങ്കിൽ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളും നേരത്തെ നാറ്റോ രാജ്യങ്ങളും അടക്കം അമേരിക്കയെ ഒറ്റപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ട്രംപിനെ കൊന്നു കൊഴിച്ചു മൂടുന്നതിനുള്ള ഏറ്റവും വലിയ തന്ത്രമായി തന്നെയായിരിക്കും ഇനി ബാക്കി സഖ്യകക്ഷികളും നാറ്റോ രാജ്യങ്ങളും അടക്കം ചെയ്യാൻ പോകുന്നത്. കാരണം അമേരിക്ക ഇറാന് കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. ട്രംപിനെ അടക്കം പിടിച്ചുകെട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഇറാൻ പട നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇവിടെ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളാണ്, ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളാണെങ്കിലും ഒക്കെ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ തിരിയുകയാണ്. ഇത്രയും നാൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ട്രംപിനോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വ്യാപാര മേഖലകൾ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തവർ തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ നേതാവായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധക്കൊതിയിൽ താല്പര്യരല്ലാതെ തിരികെ പോകാൻ ശ്രമിക്കുക. അങ്ങനെ നാറ്റോ രാജ്യങ്ങളും ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളും കൈകോർത്തുകൊണ്ട് അമേരിക്കയെ ഒറ്റപ്പെടുത്തുകയും ആക്രമണം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. അവിടെ ഇറാൻ പട ട്രംപിനെ പിടിച്ചുകെട്ടി കൊല്ലാക്കൊല ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ലാതാകുന്നു.